ആലപ്പുഴ ജില്ലാ സബ് ജൂനിയർ വോളിബോൾ ടീം ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ട കഞ്ഞിക്കുഴി സ്വദേശി കാർത്തികിന് നാടിന്റെ ആദരവ്. ഈ ചെറുപ്രായത്തിൽ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ വോളിബോൾ കളിക്കുന്ന കുഞ്ഞുങ്ങളെ ഒക്കെ മാറ്റി അവരുടെ ടീം ക്യാപ്റ്റനായി മാറാൻ അപ്പൂസിന് കഴിഞ്ഞത് അതുകൊണ്ട് തന്നെയാവാം. തീർച്ചയായും അപ്പൂസിന് ഇനിയും ഭാവി ഒരുപാട് കിടക്കുകയാണ്. ഉയർന്നുയർന്നു പോകാൻ അപ്പൂസിന് കഴിയണം. ഇന്ത്യയുടെ ക്യാപ്റ്റനായി, വോളിബോൾ ടീമിൻ്റെ ക്യാപ്റ്റനായി മാറാൻ കാർത്തിക്കിന് കഴിയട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. കഞ്ഞിക്കുഴിക്കും ഇത് അഭിമാന നിമിഷം തന്നെയാണ്. കഞ്ഞിക്കുഴിയിലെ ഒരു കുട്ടി ജില്ലാതല ടീം ക്യാപ്റ്റനായി മാറുക എന്ന് പറഞ്ഞാൽ ഉറപ്പായും കഞ്ഞിക്കുഴിയിലെ ഓരോ താമസക്കാരനും അഭിമാനിക്കാൻ കഴിയുന്നൊരു കാര്യം തന്നെയാണ്. തീർച്ചയായും കാർത്തിക്കിന് ഇങ്ങനെ ഞങ്ങൾ അംഗീകാരം കൊടുക്കുമ്പോൾ ഈ അംഗീകാരം കൂടുതൽ പേർക്ക് പ്രചോദനമേകുമെന്ന കാര്യം തർക്കമൊന്നുമില്ല. തീർച്ചയായും കാർത്തിക്കിന് കിട്ടുന്ന അംഗീകാരം മറ്റു കുട്ടികൾക്കും അവർക്കും ഒരു താല്പര്യം തോന്നുകയും ഇവിടെ ഏതെങ്കിലുമൊക്കെ കായിക മേഖലയിൽ പങ്കെടുക്കണമെന്നുള്ള താല്പര്യം വരികയും ഒക്കെ ചെയ്യും. അപ്പോൾ അതനുസരിച്ച് തീർച്ചയായും ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ചതിൽ ഒരുപാട് സന്തോഷം രേഖപ്പെടുത്തുകയാണ്. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് 15-ാം വാർഡിൽ കണ്ണന്റെയും ആശയുടെയും മകനായ കാർത്തിക് മുഹമ്മദ് എബി വിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിക്കുന്നത്. മികച്ച വോളിബോൾ താരമായ കാർത്തിക് ജില്ലാ സബ് ടീമിന്റെ ക്യാപ്റ്റനാണ്. കഞ്ഞിക്കുഴി 15-ാം വാർഡ് അംഗം രജനി രവിപാലിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അനുമോദന യോഗം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ജ്യോതിമോൾ അധ്യക്ഷത വഹിച്ചു. വോളിബോൾ കോച്ചും വോളിബോൾ അസോസിയേഷൻ ഭാരവാഹിയുമായ പി അജിത് ലാൽ, ടി എൻ വിശ്വനാഥൻ, ജയേഷ്, കെ പി ഭാസുരൻ, പി എസ് സർലപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. മറ്റ് കായിക ഇനങ്ങളെക്കാൾ പ്രത്യേകിച്ച് വോളിബോളിൽ പ്രകടമായ ചില മാനുഷിക പരിഗണനകൾ കണ്ടുവരാറുണ്ട്. അതൊരു പക്ഷേ മറ്റ് എല്ലാ ഗെയിമുകൾക്കും ഒരേപോലെ പ്രസക്തി ഉണ്ടെങ്കിലും വോളിബോളിൽ മാത്രം കണ്ടുവരുന്ന ചില പ്രത്യേകതകളുണ്ട്. അതാണ് മത്സരം ആരംഭിക്കുമ്പോൾ തന്നെ ലവ് ഓൾ എന്നുള്ള ഒരു സന്ദേശം അറിയിച്ചുകൊണ്ടാണ് ഈ മത്സരം എപ്പോഴും ആരംഭിക്കുക. മറ്റൊരു ഗെയിമിലും അത് കാണാറില്ല. നമ്മൾ വോളിബോളിൻ്റെ സ്കോർ ഷീറ്റ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലെ 1 മുതൽ 30 വരെ കാണാം. പക്ഷെ നമ്മൾ ആദ്യം അനൗൺസ് ചെയ്യുന്ന ലവ് ഓൾ എന്ന് പറയുന്ന ഒരു സംഖ്യ അതിലില്ല. 0 എന്നാണ് സാധാരണ പറയാറുള്ളത്. ഞാൻ അമ്പയറിങ്ങിനൊക്കെ പോകുമ്പോൾ എപ്പോഴെങ്കിലും ഒരു അനൗൺസർ മത്സരം ആരംഭിക്കുകയാണ് 0-0 എന്ന് പറയുമ്പോൾ ഞാനത് പറഞ്ഞ് തിരുത്താറുണ്ട്. ലവ് ഓൾ എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ. സ്കോർ ഷീറ്റിൽ 0 എന്ന് പറയുന്ന ഒന്ന് രേഖപ്പെടുത്താറില്ല. അതിൻ്റെ കാരണം വോളിബോളിൽ ശൂന്യത എന്ന് പറയുന്ന ഒന്നില്ല എന്നുള്ളത് കൊണ്ടാണ് 1 എന്ന് തന്നെയാണ് തുടങ്ങുന്നത്. എല്ലാവർക്കും സ്നേഹം എന്നൊരു ആശയം പ്രദാനം ചെയ്തുകൊണ്ടാണ് കളി ആരംഭിക്കുക. കളി ആരംഭിക്കുമ്പോഴൊരു പ്രത്യേകതയുണ്ട്. ഇത്തരമൊരു കളിയെന്ന് പറയുന്നത് കോർട്ടിലിറങ്ങുമ്പോൾ അതൊരു യുദ്ധത്തിന് സമാനമാണ്. പക്ഷെ അതിനു മുൻപ് എതിർ ടീമുകളായിട്ടുള്ള 2 ടീമുകളും നെറ്റിനടുത്ത് വന്ന് കൈകോർത്ത് പിടിച്ച് പരസ്പരം വിജയം ആശംസിച്ചിട്ടാണ് കളി തുടങ്ങുക. മാത്രമല്ല ഈ കളിയിൽ വേറൊരു പ്രത്യേകതയുണ്ട്. കളിക്കുന്ന അംഗങ്ങളുടെ ഭാഗത്തുനിന്ന് എപ്പോഴെങ്കിലും ഒരു ബോൾ മിസ്സായാൽ അതിനെ കളിയിൽ ഫോൾട്ടായിട്ടാണ് കാണുക, തെറ്റ് പറ്റിയതായിട്ടാണ് കാണുക. അങ്ങനെ തെറ്റ് പറ്റുമ്പോൾ സഹകളിക്കാർ വന്ന് അയാളെ തലോടുന്നൊരു ദൃശ്യം ഇതിനകത്ത് കാണാറുണ്ട്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ, നമ്മളെല്ലാം കുടുംബങ്ങളിൽ, നമ്മുടെ മക്കളിൽ ഒക്കെ ഓരോ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ആ പ്രശ്നത്തിൻ്റെ പേരിൽ അയാളെ ക്രൂശിക്കുന്നതിന് പകരം നമ്മുടെ കൈ ആ കുട്ടിയുടെ ഒരു വലത് തോളിൽ വെച്ചാൽ, അല്ലെങ്കിൽ തോളിൽ ഒന്ന് വെച്ചാൽ, അവൻ്റെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് സാരമില്ല പോട്ടെ എന്ന് പറഞ്ഞാൽ അവനെ തിരുത്തപ്പെടാൻ അതിലും വലിയൊരു ആശയം വേറൊന്നുമില്ല.